ഹായ്, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. കേട്ടറ്റ് എക്സാം ഇങ്ങെത്തി. നമ്മുടെ സോഷ്യൽ സയൻസ് കാറ്റഗറി 3 സോഷ്യൽ സയൻസ് പല ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദിച്ചിട്ടുള്ള എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ അനാലിസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക. ഏത് ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ആൻസർ പറയുന്ന സമയത്ത് ശരിയാണോ എന്ന് നോക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പരമാവധി ചോദ്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് നോട്ട് ചെയ്യുക. ആ ഏരിയ ഒന്ന് വീണ്ടും ജസ്റ്റ് ഒന്ന് നോക്കാൻ ശ്രമിക്കുക. ഒരുപാട് സമയം അതിന് തന്നെ ഫോക്കസ് ചെയ്യരുത്. അവസാന നിമിഷങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ ഏരിയകളൊക്കെ കവർ ചെയ്തിട്ടുണ്ടോ, ഓരോ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഏരിയകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുക. എന്നാൽ എളുപ്പത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഈ കാറ്റഗറി 3 നമ്മുടെ സബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ ലാംഗ്വേജുകൾ, അതുപോലെ തന്നെ സൈക്കോളജി ആൻഡ് പെഡഗോജി, അതെല്ലാം ശ്രദ്ധിക്കുക. സോ ഇന്ന് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following international organizations is responsible for promoting education, science and culture globally? നമ്മുടെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ അതിൽ പലതും അല്ലേ UNOയുടെ കീഴിലുള്ള പല സംഘടനകളാണ്. സോ ഇതിൽ ഏതാണ് വേൾഡ് വൈഡിൽ എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് കൾച്ചർ ഇതിൻ്റെ സ്പ്രെഡ് അല്ലേ, അതിൻ്റെ വ്യാപനത്തിന് വേണ്ടി, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്? യുനിസെഫ്, WHO, യുനെസ്കോ, ILO. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ സി ഇസ് ദ ആൻസർ അല്ലേ. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, യുനെസ്കോയാണ്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാ? നമുക്കറിയാം പാരീസിലാണ് അല്ലേ. പാരീസിലാണ് അതിൻ്റെ ആസ്ഥാനം. നമുക്കറിയാം ചിൽഡ്രൻസ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടന, UNOയുടെ കീഴിൽ കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് യുണിസെഫ് ഉണ്ടായത്. അതുപോലെ WHO, കൊറോണയുടെ കാലത്തൊക്കെ നമുക്കറിയാം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിൽ നിന്ന് അമേരിക്ക വിത്ഡ്രോ ചെയ്തു എന്നുള്ള വാർത്ത അല്ലേ, ട്രംപ് WHO എന്ന് അല്ലേ ഞങ്ങൾ വിത്ഡ്രോ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഫേമസ് ആയിരുന്നു. കൊറോണയുടെ സമയത്തൊക്കെ WHOയുടെ നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ലോകരാഷ്ട്രങ്ങൾ പ്രവർത്തിച്ചു. ഒരു വലിയൊരു ആ സമയത്ത് പ്രധാനപ്പെട്ട ഒരു ലോകത്താകമാനം അതിന് നേതൃത്വം നൽകിയതായിരുന്നു WHO. ILO നമുക്കറിയാം ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് ILO. സോ നമ്മൾ ഈ എഡ്യൂക്കേഷൻ ആൻഡ് സയൻസ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഓഫ് ദ എർത്ത് ക്രസ്റ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ എർത്തിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. എർത്തിൻ്റെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള അബണ്ടന്റ് എലമെന്റ് മൂലകമാണ് ചോദിച്ചിട്ടോ. ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അലൂമിനിയം, അയേൺ, ഓക്സിജൻ, മഗ്നീഷ്യം. ഏതാണ് വരുന്നത്? നമുക്കറിയാം അത് ഓക്സിജൻ ആണ്. ഏതാണ്? ഓക്സിജൻ ആണ്. അതുപോലെ ഇതിപ്പോൾ നമ്മൾ ക്രസ്റ്റിലല്ലേ ചോദിച്ചത്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമോ? അന്തരീക്ഷത്തിൽ ഏതാണ്? അതെ, നൈട്രജൻ ആണ്. ഏതാണ് അല്ലേ? നാട്രിയം അല്ലേ, നാട്രിയം അല്ല, നൈട്രജൻ. ഓക്കെ, നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ അന്തരീക്ഷം പറയുന്നുണ്ട് നമ്മുടെ ലോകത്ത് അല്ലേ, വേൾഡിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷം അല്ല കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്, മൊത്തം. അപ്പോൾ അതിൽ ഹൈഡ്രജൻ അല്ലേ, ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജൻ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഇതിൽ പ്രധാനപ്പെട്ട അലൂമിനിയം. നമുക്കറിയാം ക്രസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഭൂമിയുടെ സ്ട്രക്ചർ, ഭൂമിയുടെ നമുക്ക് അല്ലേ ഒരു ഗോളാകൃതിയുള്ള ഭൂമിയുടെ ഒരു ചെറിയ പീസ് എടുത്ത് നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഏറ്റവും ഉള്ളിലുള്ളത്, അതുപോലെ തന്നെ പുറത്തേ ഉള്ളത്, അതിന് ഏറ്റവും നടുവിൽ അല്ലേ, മധ്യത്തിലുള്ളത്, ഇങ്ങനെ നമ്മൾ തിരിക്കുന്നുണ്ട്. ഏറ്റവും പുറം ഭാഗത്താണ് ഏതുള്ളത്? ക്രസ്റ്റ് വരുന്നത്. നമ്മുടെ ഭൂമിയുടെ എർത്തിൻ്റെ മൊത്തം വോളിയത്തിൻ്റെ 1% മാത്രമേ ക്രസ്റ്റ് വരുന്നുള്ളൂ. ബാക്കിയുള്ളത് മാൻഡിൽ നിങ്ങൾ തന്നെ അപ്പർ മാൻഡിൽ, അതുപോലെ തന്നെ ലോവർ മാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കോറിൽ നിങ്ങൾ ഇന്നർ കോറും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ടർ കോറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിഫെ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം ഇവിടെയല്ലേ അല്ലേ, നിക്കൽ ആൻഡ് ഫെറം, ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിൽ അസ്തനോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടതാണ്.
ഇങ്ങനെയുള്ള ശിലാപാളികൾ അതുപോലെ അസ്തനോസ്ഫിയർ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് നോക്കാം. ഹു ഡെസിഫേർഡ് ദ ഹൈറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ്? നമുക്കറിയാം ഹൈഡ്രോഗ്ലിഫിക്സ് ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട അല്ലേ എഴുത്ത് രീതിയായിരുന്നു ഹൈറോഗ്ലിഫിക്സ്. അത് മനസ്സിലാക്കിയില്ലേ, അത് വായിച്ചെടുക്കാൻ ശ്രമം നടത്തി അത് മനസ്സിലാക്കിയത് ആരായിരുന്നു? ജെയിംസ് പ്രിൻസപ്പ്, ജോൺ മാർഷൽ, ഷാംബോലിയോ, അതുപോലെ തന്നെ റോളിൻസൺ. ആരാണടാ? അത് ഷാംബോലിയോ ആണ്. നമുക്കറിയാം ഹൈറോഗ്ലിഫിക്സ് എവിടുത്തെ ഈജിപ്ഷ്യൻ സംസ്കാരമല്ലേ? മെസപ്പൊട്ടോമിയൻകാരുടെ എഴുത്ത് രീതി എന്തായിരുന്നു? ഏതാണ്? ക്യൂണിഫോം. എന്തായിരുന്നു? ക്യൂണിഫോം ആയിരുന്നു അവയുടെ എഴുത്ത് രീതി. അതുപോലെ തന്നെ നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട ഈ നാഗരികത സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് നദിയുടെ തീരത്താണ്? നമുക്കറിയാം ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയുടേതാണ്. അതുപോലെ യൂഫ്രട്ടീസ് ടൈഗ്രീസിലാണ്. ഇൻഡസിൻ്റെ തീരത്ത് ഇൻഡസ്, ഹാരപ്പ അല്ലേ, മോഹൻജദാരോ ഇവിടങ്ങളിലുള്ള ഓരോ അല്ലേ കണ്ടെടുത്ത ഗ്രേറ്റ് ബാത്ത് എവിടുന്നാണ്? ഗ്രേറ്റ് ബാത്ത്സ് ഏത് സംസ്കാരത്തിൻ്റെ? ഇൻഡസ് വാലിയിലാണ്. എവിടെയാണ് കണ്ടെടുക്കപ്പെട്ടത്? അത് മോഹൻജദാരോയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹെഡ് ക്വാർട്ടർ ഓഫ് സാർക്ക് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ എന്ന സംഘടന ഏതാണ്? അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ധാക്ക, ന്യൂഡൽഹി, കൊളംബോ, കാഠ്മണ്ഡു. എവിടെയാണ് അത്? കാഠ്മണ്ഡുവിലാണ്, നേപ്പാളിലാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം ബംഗ്ലാദേശ് 8ഓളം രാജ്യങ്ങൾ സാർക്കിലുണ്ട്. ബംഗ്ലാദേശ് ഉണ്ട്, ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ, ഭൂട്ടാൻ വരുന്നുണ്ട്, നേപ്പാൾ അല്ലേ, നേപ്പാൾ വരുന്നത്, അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ഈ റീജിയനിലുള്ള പ്രധാനപ്പെട്ട ഏരിയ അല്ലേ രാജ്യങ്ങളൊക്കെ അതിൽ എന്തെങ്കിലും അംഗത്വം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ശ്രീലങ്ക ഉണ്ടല്ലേ, ശ്രീലങ്ക, മാലിദ്വീപ്. പിന്നെ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ആക്ടിവിറ്റി അണ്ടർ സെക്കൻഡറി സെക്ടർ? നമ്മുടെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലേ. എക്കണോമിക്സിൽ നമുക്കറിയാം പ്രൈമറി, അതുപോലെ തന്നെ സെക്കൻഡറി, അതുപോലെ തന്നെ ടെറിട്ടറി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ 3 സെക്ടറുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രി ബിസിനസ് അല്ലേ, ഫാമിംഗ്, മൈനിങ് തുടങ്ങിയതൊക്കെ പ്രൈമറിയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഫിഷിങ്, മൈനിങ് ഇത് രണ്ടും എന്താണ്? പ്രൈമറിയാണ്. അതുപോലെ ഫോറസ്ട്രി പ്രൈമറിയാണ് വരുന്നത്. ആ സമയത്ത് സെക്കൻഡറി വരുന്നതാണ് മാനുഫാക്ചറിങ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, മാനുഫാക്ചറിങ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ട്രേഡ് എന്നുള്ളത് അത് ടെറിട്ടറിയിലാണ്, ടെറിട്ടറി സെക്ടറിലാണ് വരുന്നത്. അതുപോലെ ഹോട്ടൽ അല്ലേ, ട്രേഡ്, ഹോട്ടൽ സർവീസ്, ഹോസ്പിറ്റാലിറ്റി, നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ്, ഗതാഗത സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെറിട്ടറിയിലാണ് വരുന്നത്. സർവീസ് സെക്ടർ എന്ന് പറയും. എന്നാൽ സെക്കൻഡറിയിൽ വരുന്നതാണ് എന്ത്? ഈ വ്യവസായങ്ങൾ, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അതിൽ വരുന്ന ഇൻഡസ്ട്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ഓതർ ഓഫ് ദ സിറ്റി ഓഫ് ഗോഡ് എന്ന പ്രശസ്തമായ പുസ്തകം ആരുടേതാണ്? ലിവി, അതുപോലെ തുസിഡസ്, അതുപോലെ തന്നെ ടാസിറ്റസ്, സെന്റ് അഗസ്റ്റീൻ. ആരാണ് വരുന്നത്? സെന്റ് അഗസ്റ്റീൻ ആണ് അതിൻ്റെ കർത്താവ് കേട്ടോ. ഏതാണ്? ദ സിറ്റി ഓഫ് ഗോഡ് എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് സെന്റ് അഗസ്റ്റീൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The preamble to the Indian Constitution was amended in which year to incorporate the word socialist and secular? നമുക്കറിയാം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക്കായി. അതുപോലെ അതിന് മുമ്പ് തന്നെ നവംബർ 26 തന്നെ എന്തായിട്ടുണ്ടായിരുന്നു? അത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരുപാട് അമെൻമെൻറ്റ്സുകൾ വന്നു. ഇതിൽ നമ്മുടെ അതുവരെ ഇന്ത്യയുടെ നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ ആമുഖം പ്രിയാമ്പിളിൽ ഒരു മാറ്റം വരുത്തിയിരുന്നില്ല. എന്നാൽ ആദ്യമായിട്ട് ചില മാറ്റങ്ങൾ വരുത്തി. സോഷ്യലിസ്റ്റ് ആൻഡ് സെക്കുലർ എന്നുള്ളൊരു ഭാഗം ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സെക്കുലർ റിപ്പബ്ലിക് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറിയത് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്കുലർ എന്ന 2 വേർഡുകൾ ആഡ് ചെയ്തത് ഏത്
അമെൻമെൻറ്റിലാണ്. അത് ഏതാ വർഷമാണ് ചോദിച്ചത്? 71, 1981, 86, 76. ഏതാണടാ? 1976 42nd അമെൻമെൻ്റ് ആണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് വളരെ പ്രശസ്തമായ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ടത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വരെ എന്താ ഈ അമെൻമെൻറ്റ് അറിയപ്പെട്ടു. എന്തുകൊണ്ട്? ഒരുപാട് മാറ്റങ്ങളുണ്ടായി. നമ്മുടെ ലോക്സഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 ഉയർത്തിയത് ഈ ഒരു സമയത്താണ്. അതുപോലെ തന്നെ ഒരുപാട് ലിസ്റ്റുകളെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. എഡ്യൂക്കേഷൻ, നമുക്കറിയാം ഈ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വനം ഇല്ലേ, ഇങ്ങനെയുള്ള പലതും കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നമുക്കറിയാം 3 ലിസ്റ്റിൽ കേന്ദ്രത്തിൻ്റെ ഒരു ലിസ്റ്റ്, അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ അങ്ങനെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയതൊക്കെ ഈ ഒരു 42nd അമെൻമെൻറ്റ് പ്രകാരമാണ്. വാട്ട് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ഫോർ അർബൻ ലോക്കൽ ബോഡീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ലോക്കൽ ബോഡി ഇല്ലേ, ലോക്കൽ ബോഡി നമുക്കറിയാമല്ലോ, സ്റ്റേറ്റ്, സെൻട്രൽ, അതുപോലെ തന്നെ ലോക്കൽ ബോഡീസ്. ഇവർക്ക് അവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഏതാണ്? GST, പ്രോപ്പർട്ടി ടാക്സ്, സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ്. ഏതാണടാ? അത് പ്രോപ്പർട്ടി ഇല്ലേ, വസ്തുവകകളിലുള്ള വരുമാന ടാക്സുകളാണ്. ഇതിൽ GST നമുക്കറിയാം, GST ഇന്ത്യയിൽ വന്നത് അല്ലേ റീസെൻ്റായി മോദി ഗവൺമെൻറ്റിൻ്റെ ശേഷം അവർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് GST നിലവിൽ വന്നത്. GSTയുടെ പ്രത്യേകത അതെന്തായിരുന്നു? ഇന്ത്യയിൽ അല്ലേ സെൻട്രൽ അതുപോലെ സ്റ്റേറ്റ് ഇൻ്റഗ്രേറ്റഡ് GST കൂടിയുണ്ട്. IGST എന്ന് പറയും. അതുപോലെ സ്റ്റേറ്റിൻ്റെ GST ഉണ്ട്. GST നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് കളക്ട് ചെയ്യുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ GSTയുടെ വിഹിതമുണ്ട്. അതുപോലെ തന്നെ രണ്ട് പേർക്കും കൂടി കിട്ടുന്ന GST ഉണ്ട്. സോ നെക്സ്റ്റ് ഇൻകം ടാക്സും നമുക്കറിയാം സെൻട്രലിൻ്റേതാണ്. എന്നാൽ സെയിൽസ് ടാക്സ് വരുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, GSTൻ്റെ സ്ലാബുകളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്കറിയാം ദ റെയിൻ ഷാഡോ എഫക്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അല്ലേ. റെയിൻ ഷാഡോ എഫക്റ്റ് നമുക്കറിയാം പർവ്വത പ്രദേശങ്ങളുടെ ലീവാർഡ് സൈഡിൽ കാറ്റ് അല്ലേ, ആ സമയത്ത് അവിടേക്ക് മഴ പെയ്യുന്നില്ല, റെയിൻസ് വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? സൈക്ലോണിക് റെയിൻഫാൾ ആണോ, ഓറോഗ്രാഫിക് ആണോ, കൺവെക്ഷണൽ റെയിൻഫാൾ ആണോ, ഫ്രോണ്ടിയൽ റെയിൻഫാൾ ആണോ? ഏതാണ്? ഓറോഗ്രാഫിക് റെയിൻഫാൾ ആണ്. പർവ്വത പ്രദേശങ്ങളിലാണ്. കാരണം ഈ കാറ്റ് വന്ന് തട്ടിയിട്ട് അല്ലേ, ഈ ഓറോഗ്രാഫിക് അല്ലേ എന്ത് ചെയ്യും, വായു വന്നിട്ട് ഈ പർവ്വതങ്ങളുടെ സൈഡിൽ എന്ത് ചെയ്യും, അവിടെ തട്ടിയിട്ട് അവിടെയാണ് മഴ പെയ്യുന്നത് അല്ലേ, റെയിനായിട്ട് വരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ലീവാർഡ് സൈഡിലേക്ക് ഈ മഴ എത്തുന്നില്ല. സോ നമുക്കറിയാം കൺവെക്ഷണൽ റെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വായു ഭയങ്കര ഹീറ്റായിട്ട് മുകളിലേക്ക് പോയി തണുത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ അങ്ങനെയാണ്. കൺവെക്ഷണൽ റെയിനാണ്. ഉച്ചതിരിഞ്ഞാൽ നല്ല ശക്തമായ മഴ പെയ്യുന്ന കൺവെക്ഷണൽ റെയിൻ. അതുപോലെ സൈക്ലോണിക് റീജിയനിലെ വരുന്നതാണ് എന്ത്? സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാലാശോക ബിലോങ്സ് ടു ദ ഡൈനാസ്റ്റി. കാലാശോകൻ ഏത് ഡൈനാസ്റ്റിയിൽ വരുന്ന ആളായിരുന്നു? ദ മൗര്യ, ഹര്യങ്ക, ശിശുനാഗ, അതുപോലെ തന്നെ കുഷാൻ. ഏത് ഡൈനാസ്റ്റിയിലാടാ? ശിശുനാഗ ഡൈനാസ്റ്റിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. പെട്രോളജി ഈസ് റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ്? താഴെയുള്ള ഏതുമായി ബന്ധപ്പെട്ടാണ് പെട്രോളജി എന്നുള്ള പഠനശാഖ? ഓയിൽ ആൻഡ് ഗ്യാസ്, റോക്സ് ആൻഡ് മിനറൽസ്, ഫോസിൽസ്, സോയിൽസ്. ഏതിലാണടാ? അത് റോക്സ് ആൻഡ് മിനറൽസുമായി ബന്ധപ്പെട്ട്. എന്താണ് റോക്സ് ആൻഡ് മിനറൽസ്? ഇവിടെ പെട്രോളജി കേട്ടോ. എന്നാൽ ഫോസിലുകളുമായി ബന്ധപ്പെട്ടതാണെന്ന് പാലിയൻറ്റോളജി. എന്താണ്? പാലിയൻറ്റോളജി. ഓക്കെ, സോയിൽസുമായി ബന്ധപ്പെട്ടതാണ് പെഡോളജി. എന്തുവാണ്? പെഡോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ മൗണ്ടൻ റേഞ്ചിൽ ഏറ്റവും പഴക്കം ചേർന്നതാണ്? ശിവാലിക്, ആരവല്ലി, പിർപ്പാഞ്ചൽ, ലഡാക്ക്. ഏതാണ്? അത് ആരവല്ലിയാണ്. ആരവല്ലി നമുക്കറിയാം. അതേ സമയത്ത് നമ്മൾ ശിവാലിക് എവറസ്റ്റിൻ്റെ ഭാഗമല്ലേ. എവറസ്റ്റിന് നമ്മളെ ഹിമാലയൻ നിരകളിൽ ഏറ്റവും മുകളിലുള്ള ഭാഗങ്ങളുടെ ഹിമാലയത്തിൻ്റെ മുകളിലുള്ളത്. അതുപോലെ തൊട്ടു താഴെ ഏറ്റവും 3ാമത്തെ ഘട്ടം ഇവിടെയാണ് നമ്മൾ ശിവാലിക് എന്ന് പറയുന്നത്. ഹിമാദ്രി ആദ്യം വരുന്ന ഏതാണ്? ഹിമാദ്രി, പിന്നെയാണ് ഹിമാചൽ റേഞ്ച്. തേർഡ് വൺ ശിവാലിക്. അപ്പോൾ ഈ ശിവാലിക് റേഞ്ച് അല്ലേ
ഹിമാലയവുമായി ബന്ധ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ഏറ്റവും പഴക്കം ചെയ്യുന്നത് ആരവല്ലി മൗണ്ടൻ നിരകളാണ്. ഓക്കെ, നെക്സ്റ്റ് The right to education as a fundamental right was inserted into Indian Constitution through which amendment? ഇത് വീണ്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അല്ലേ, അത് ഏത് അമെൻമെൻറ്റിലൂടെയാണ്? 95th, 93rd, 86th, 83rd. ഏതാണ്? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 86ാമത്തെ അമെൻമെൻറ്റിലൂടെ നമുക്കറിയാം ഇത് പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 21A എന്നുള്ള ഒരു ആർട്ടിക്കിൾ ചേർത്തു. ഇത് പ്രകാരം 16 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നിലവിൽ വന്നു. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മളൊന്ന് ആഡ് ചെയ്തു. നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദ വിൻഡ്സ് ദാറ്റ് ബ്ലോ ഫ്രം ദ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടുവാർഡ് ദ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അപ്പോൾ നമുക്കറിയാം ഈ പ്രഷർ ബെൽറ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ അല്ലേ സബ് ട്രോപ്പിക്കലും പോളാർ റീജിയനിലും ഉണ്ട് അല്ലേ, ഈ പോളാർ. അപ്പോൾ സബ് ട്രോപ്പിക്കലിൽ നിന്ന് ഏത് ലോ പ്രഷർ ബെൽറ്റിലേക്ക്, പോളാർ റീജിയനിലെ ലോ പ്രഷർ ബെൽറ്റിലേക്ക് അടിക്കുന്ന കാറ്റ് എന്തിനാണ് പറയുക? അങ്ങനെയുള്ള വിൻഡിന് പറയുന്ന പേര് ലോക്കൽ വിൻഡ്, ട്രേഡ് വിൻഡ്, വെസ്റ്റർലീസ്, ഈസ്റ്റർലീസ്. ഏതാണത്? വെസ്റ്റർലീസ് ആണ് അല്ലേ. ഏതാണ്? വെസ്റ്റർലീസ് ആണ്. നമ്മൾ മനസ്സിലാക്കുക ഇവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റാണ്. ഹൈ പ്രഷർ ബെൽറ്റ് മർദ്ദ മേഖലയിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ന്യൂനമർദ്ദ മേഖല, അത് പോളാർ റീജിയനിലെ ന്യൂനമർദ്ദ മേഖലയിലേക്ക് പോരുന്നത് അത് വെസ്റ്റർലീസ് ആണ് അല്ലേ. വെസ്റ്റർലീസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്കൽ വിൻഡ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ട്രേഡ് വിൻഡുകൾ, അതുപോലെ ഈസ്റ്റർലീസ്. അതുപോലെ നമുക്കറിയാം ഇതിൽ ചിനൂക്ക് തന്നെ ലൂ ഇങ്ങനെയുള്ള കാറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. ഇന്ത്യയിലുള്ള വാദങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു PYQ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ഏരിയ കിട്ടി, നമ്മൾ ഏതൊക്കെ ഏരിയ, മർദ്ദ മേഖലകൾ, അതുപോലെ വിൻഡ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്, പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്, എക്കണോമിക്സിലെ സെക്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ മധ്യകാലം, അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്, മധ്യകാല ഇന്ത്യയിൽ നിന്നുള്ള ചോദ്യങ്ങൾ എക്സാമിന് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട അതുപോലെ ബാങ്കിങ്, ഇങ്ങനെയുള്ള ഏരിയകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായാൽ നമുക്ക് എക്സാമിൽ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.